തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. നിയമം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങളിലൊന്ന്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ സജീവ ചർച്ചയാണ് ഈ മണ്ഡലത്തെക്കുറിച്ച്. ഡീൽ ആരോപണം അടക്കം വിവാദ വിഷയങ്ങൾ ഒട്ടേറെയുണ്ട്. ഇപ്പോഴിതാ വിവാദങ്ങൾക്ക് ശക്തി കൂട്ടിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് LDF സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി. നേമത്തെ പ്രചാരണത്തിൽ BJPക്കെതിരെ ഗുരുതര ആരോപണമാണ്. മണ്ഡലത്തിൽ ഓടുന്നത് UP രജിസ്ട്രേഷനിലുള്ള 100-ലധികം വാഹനങ്ങളെന്നും പ്രചാരണത്തിൽ പണാധിപത്യത്തിന്റെ കുത്തൊഴുക്കുമെന്നുമാണ് ആരോപണം. ശിവൻകുട്ടിയും ശബരിനാഥനും രാജീവ് ചന്ദ്രശേഖറും ചേർന്ന് ത്രികോണ പോരാട്ടം നടത്തുന്ന നേമത്ത് ഇങ്ങനെ പണം ഒഴുകുന്നുണ്ടോ, പണപ്പെട്ടികൾ വന്നിറങ്ങുന്നുണ്ടോ എന്നുള്ളത് സനിസ തിരുവനന്തപുരത്തുള്ള കുറച്ച് ആളുകളോട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ആളുകൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് കേൾക്കാം. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ നേമത്തേക്ക് UP രജിസ്ട്രേഷൻ വണ്ടികളും പാഴ്സലുകളും വരുന്നതായി ആരോപണം ഉയരുന്നുണ്ട്. ഇതിൽ എന്താണ്, ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എന്താണ് നേമത്ത് നിഗൂഢതയുള്ളത്? ഈ ആരോപണം ശരിയാണോ എന്നതാണ് ഇന്ന് നമ്മൾ ആളുകളോട് തിരക്കാൻ പോകുന്നത്. ഈ ഒരു ആരോപണം ശരിയാണോ? തീർച്ചയായും ശരിയാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. UP രജിസ്ട്രേഷനുള്ള വാഹനങ്ങളും ഒക്കെ തന്നെ പല ഭാഗത്തും വന്നു പോകുകയാണ്. മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖറിൻ്റെയും നരേന്ദ്രമോദിയുടെയും ടീഷർട്ട് ഇട്ടുകൊണ്ട് ഈ മണ്ഡലത്തിൻ്റെ പല വാർഡിലും നോട്ടീസ് തന്നെ വിതരണം ചെയ്യുന്നുണ്ട്. അവർ മലയാളികളൊന്നുമല്ല, അവർ ഹിന്ദിക്കാരാണ്. BJP ഈ മണ്ഡലത്തെ ഹൈജാക്ക് ചെയ്യുന്നതിലേക്ക് വേണ്ടി അവർ പണവും അതുപോലെ തന്നെ UP രജിസ്ട്രേഷനുള്ള സമ്പത്ത് അടക്കം ഈ മണ്ഡലത്തിലേക്ക് അവർ കൂടുതൽ ശ്രദ്ധ ഈ മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളത് വളരെ സത്യം തന്നെയാണ്. UP നിന്ന് വാഹനങ്ങൾ വരുന്നതിൽ ഒരുപാട് ദുരൂഹതയുണ്ട്. അത് സംശയിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ഇഷ്ടം പോലെ നമ്മൾ ഇതുവരെ ഈ കേരളത്തിൽ കാണാത്ത എത്രയോ UPയിലുള്ള വാഹനങ്ങൾ ഇവിടെ നിരന്തരം ഈ നിയമമണ്ഡലത്തിൽ ഓടി ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിലെന്തോ ദുരൂഹതയുണ്ടെന്നുള്ള പണവും മറ്റു കാര്യങ്ങളും അതിൽ കടത്തിക്കൊണ്ടുവരുന്നതായിട്ട് നമുക്കറിയുന്നുണ്ട്. അത് ഇവിടുത്തെ വോട്ടർമാരെ പണം കൊടുത്ത് സ്വാധീനിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഹൈജാക്ക് ചെയ്യപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഹൈജാക്ക് ചെയ്യണം. അവർ BJP എല്ലാ ഭരണ സ്വാധീനം ഉപയോഗിച്ച് ഹൈജാക്ക് ചെയ്യുന്നുള്ളതിന് യാതൊരു സംശയമുണ്ട്. ഈ ഇലക്ഷൻ സമയം അടുത്തിരിക്കുന്ന ഈ സമയത്ത് UP രജിസ്ട്രേഷൻ വണ്ടികൾ ഇങ്ങനെ വരുന്നതും കൂടാതെ ഈ അഗോരീസ് റിലീജിയസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് അവരങ്ങനെ ആൾക്കാരെ കൊണ്ടുവരുന്നതും എല്ലാം ആരോപണങ്ങൾ ശരിയാണെന്ന് തന്നെയാണ് തോന്നുന്നത്. UPയിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വണ്ടി ധാരാളം വരുന്നുണ്ട്. അപ്പോൾ സാമ്പത്തികമായി വരുന്നതെന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത് പൈസ. നേമത്തേക്ക് UP രജിസ്ട്രേഷൻ വണ്ടികളും പാഴ്സലുകളും വരുന്നത് ശരിവയ്ക്കുകയാണ് നേമത്തുകാർ. ഇതിൽ നിഗൂഢതയുണ്ടെന്നും അവർ ആവർത്തിക്കുന്നു. ക്യാമറ പേഴ്സൺ അനീഷ് മലയങ്കീഴിനൊപ്പം സനിസ ശോഭ ചന്ദ്രൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം. നേമത്തെ ജനങ്ങളുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഏറെ ഗൗരവകരമായിട്ടുള്ള കാര്യങ്ങളാണ് നേമത്തുള്ള ആളുകൾ പറയുന്നത്. ഇന്ന് രാവിലെ വി ശിവൻകുട്ടി ഈ കാര്യം പറഞ്ഞു. അത് LDF സ്ഥാനാർത്ഥിയാണ് പറഞ്ഞത്. എന്നാൽ അവിടെയുള്ള ആളുകൾ, നേരിട്ട് കണ്ടിട്ടുള്ള ആളുകളാണ് പറയുന്നത് UP രജിസ്ട്രേഷനുള്ള വണ്ടികൾ നേമത്തേക്ക് കൂടുതലായി വരുന്നു, കൂടുതൽ അന്യ സംസ്ഥാനത്തുള്ള ആളുകളാണ് പ്രചരണ രംഗത്ത് അടക്കമുള്ളത് എന്നുള്ളത്. എന്തായാലും ഗൗരവകരമായിട്ടുള്ള കാര്യമാണ് നേമത്ത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാകുന്നത്.